ഇപ്പൊ നമ്മളെന്നെ ചെയ്യണ കുറെ ബിസിനസ്സുകാർ എടുക്കുകയാണെങ്കിൽ തന്നെ അവർക്ക് ഈ മാർക്കറ്റിംഗ്, സെയിൽസ് ഇതിനെ കുറിച്ചുള്ള നോളജ് വളരെ കുറവാണ്. എല്ലാം സെയിൽസ് അല്ലെങ്കിൽ സെയിൽ എന്നുള്ള സംഭവത്തിലാണ് എല്ലാവരും നിൽക്കുന്നത്. ഇപ്പൊ നമ്മൾ എടുത്തു നോക്കുകയാണെങ്കിൽ ഭൂരിഭാഗം ബിസിനസ് ഓണേഴ്സിന് ഈ പറഞ്ഞ പോലെ ഈ നോളജ് ഭയങ്കര കുറവാണ്. ഇപ്പൊ എങ്ങനെ എന്താണ് മാർക്കറ്റിംഗ്, എന്താണ് സെയിൽസ്, അല്ലെങ്കിൽ എന്താണ് ബ്രാൻഡിങ്, ഒരു ബ്രാൻഡ് എങ്ങനെ ബിൽഡ് ചെയ്യാം, അങ്ങനെ കുറെ അവയർനെസ് അവർക്ക് കുറവുണ്ട് മാർക്കറ്റിൽ. ഇപ്പൊ നമ്മൾ തന്നെ നോക്കുകയാണെങ്കിൽ നമ്മുടെ പല ക്ലയൻസിനും ഓണേഴ്സിനും ഈ ഒരു സംഭവം ഫസ്റ്റ് ഒരു വരുമ്പോ ഉണ്ടാവില്ല. പിന്നെ നമ്മൾ പറഞ്ഞാണ് ഈ സംഭവം ഇവർക്ക് തന്നെ മനസ്സിലാവുന്നത്. അപ്പോ ഇങ്ങനത്തെ ഈ സ്റ്റാർട്ടപ്പ് ഓണേഴ്സിന് ജസ്റ്റ് എന്താണ് മാർക്കറ്റിംഗ്, അല്ലെങ്കിൽ എന്താണ് ബ്രാൻഡിങ്, എന്താണ് അവരുടെ സെയിൽസ് എന്നുള്ള സംഭവം ജസ്റ്റ് ഒന്ന് പറയാൻ പറ്റും? ഓപ്പൺ ആക്കട്ടെ. ഈ വീഡിയോ തികച്ചും ബോധവൽക്കരണം മാത്രം. ലാസ്റ്റിംഗ് ഒരു ക്ലൈന്റ് കോൾ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ക്ലൈന്റ് എന്നോട് ചോദിച്ചൊരു ചോദ്യം മാർക്കറ്റ് ചെയ്യണം എന്നുള്ളതിനെ പറ്റിയിട്ടായിരുന്നു. നിങ്ങൾ എന്താണ് ചെയ്യുന്നത് എന്നുള്ളതിനെ പറ്റിയിട്ട്. അപ്പോൾ ഞാൻ അങ്ങോട്ട് തിരിച്ചു ചോദിച്ചു, നിങ്ങൾ എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നുള്ള കാര്യം. അപ്പോൾ അതിനെനിക്ക് തന്ന ആൻസർ എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ നന്നായിട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് ചോദിച്ചു ഞാൻ. അപ്പോൾ അവർ ആക്ച്വലി ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം, നിലവിൽ കുറച്ച് പോസ്റ്റേഴ്സ് ഉണ്ടാക്കുന്നുണ്ട്, നേരെ അപ്ലോഡ് ചെയ്യാണ്. അതൊരു പ്രോസസ്സ്. രണ്ടാമതായിട്ട് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് ചെറുതായിട്ടുള്ള പെയ്ഡ് ആയിട്ടുള്ള ക്യാമ്പയിൻ ഫോൺ വഴി ചെയ്തു പോകുന്നൊരു സാഹചര്യമാണ്. അപ്പോൾ സീരിയസ്ലി ഇതൊരു ഒരാളെ മാത്രം പ്രോബ്ലം അല്ലത്. നമ്മുടെ കേരള മാർക്കറ്റ് ആണെങ്കിലും ഈവൻ GCCയിലാണെങ്കിൽ പോലും ആളുകൾ നമ്മളെ മാർക്കറ്റിങ്ങിനെ കൺസിഡർ ചെയ്തിട്ടുള്ള ഈ രീതിയിലാണ്. ഇനി നമുക്ക് ഇതിൻ്റെ ഒരു ഡിഫറെൻറ്റ് ലോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ, ഡിഫറെൻ്റ് ആണെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു, അവയർനെസ് 3 കാര്യങ്ങളെ 3ആയിട്ട് മനസ്സിലാക്കുക എന്നുള്ളതാണ് അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. അതിൽ ഫസ്റ്റ് വൺ ബ്രാൻഡിങ് ആണെന്നുണ്ടെങ്കിൽ, ബ്രാൻഡിങ് എന്ന് പറഞ്ഞാൽ നമ്മളെ ഒരു നെയിം. ഇപ്പോൾ എൻ്റെ നെയിം ഫാസിൽ ഉമർ എന്തിന് അടിസ്ഥാനമായിട്ടുള്ള ഒരാളാണ് എന്നുള്ളൊരു സംഗതി അത് പാസ് ചെയ്യുക. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നെയ്ക്ക് എന്നുള്ള ഒരു ബ്രാൻഡ് നെയിം ആലോചിക്കുമ്പോൾ നമ്മളെ മൈൻഡിൽ വരുന്നൊരു ഫീൽ എന്തായിരിക്കും? അതെ, അടിക്കും. ടിക്കിൻ്റെ അപ്പുറം നമുക്ക് അവിടെ എന്താണ് ഒരു സ്പോർട്സ്മാൻ എന്നുള്ളൊരു ഫീല്. നെയ്ക്കിൻ്റെ ഷൂ ഇടുമ്പോൾ ഒരു ഫുട്ബോളോ അല്ലെങ്കിൽ ഇനിയിപ്പോൾ വോളിബോളോ വാട്ടവർ അത് ധരിക്കുമ്പോൾ നമുക്ക് കിട്ടുന്നൊരു ഫീല് ഉണ്ടാക്കിയെടുത്തൊരു സംഗതിയാണ് ബ്രാൻഡിങ് എന്ന് പറയുന്നത്. ബ്രാൻഡിങ് എപ്പോഴും വിഷ്വലായിരിക്കും, ഒരു വിഷ്വൽ ലെവലിൽ നമ്മളെ മൈൻഡിൽ വരുന്ന ഒരു സംഗതിയായിരിക്കും. രണ്ടാമത്തെ കാര്യം മാർക്കറ്റിംഗ് കൺവിൻസിങ് എന്നുള്ളൊരു പാർട്ടാണ് വരുന്നത്. നമുക്ക് എന്തൊരു കാര്യം കസ്റ്റമറുമായിട്ട് നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക, അവരെ കൺവിൻസ് ചെയ്യിപ്പിക്കുക എന്നുള്ളൊരു സംഗതി. ഇപ്പോൾ ഒരു പ്രൊഡക്റ്റ് ഇപ്പോൾ ലാപ്ടോപ്പ് ആണെന്നുണ്ടെങ്കിൽ ഡെല്ലിൻ്റെ ഒരു ലാപ്ടോപ്പ് എന്ത് ചെയ്യുന്നു, അവർ പറയുന്നു അവരുടെ പ്രൊഡക്റ്റ് മറ്റുള്ള പ്രൊഡക്റ്റിനേക്കാൾ കുറച്ചും കൂടി ഡ്യൂറബിലിറ്റി കൂടുതലാണെന്നുള്ളൊരു സംഗതി. അതൊരു കൺവിൻസിങ് ആണ്. ആ കൺവിൻസ് ചെയ്യിപ്പിച്ച് കഴിഞ്ഞതിന് ശേഷം അതോട് കൂടിയിട്ട് മാർക്കറ്റിംഗ് എൻഡായി. സെയിൽസ് ആണെന്നുണ്ടെങ്കിൽ സെയിൽസ് നമ്മൾ ആ കൺവിൻസിങ് കഴിഞ്ഞിട്ട് ആഫ്റ്റർ ഓൾ കസ്റ്റമറുമായിട്ട് ഒരു ക്ലോസിങ് കോൺവെർസേഷൻ നടത്തുക. ആ ക്ലോസിങ് കോൺവെർസേഷനാണ് കംപ്ലീറ്റ്ലി സെയിൽസ് എന്ന് പറഞ്ഞിട്ടുള്ള പാർട്ടിൽ വരുന്നത്. അതായത് കസ്റ്റമർ കൊണ്ട് പർച്ചേസ് ചെയ്യിപ്പിക്കാനുള്ള ഒരു കോൺവെർസേഷൻ ആക്ടിവിറ്റി മാത്രമാണ് സെയിൽസ്. അപ്പോൾ ബേസിക്കായിട്ട് ഈ 3 കാര്യങ്ങളെ ഡിഫറെൻ്റ് ആക്കി കൺസിഡർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഏത് പുതിയൊരു സ്റ്റാർട്ടപ്പിനും നന്നായിട്ട് ഇതിൽ ഫോക്കസ് ചെയ്തിട്ട് വർക്ക് ചെയ്യാൻ പറ്റും.